പൃഥ്വിരാജ്, കുഞ്ചാക്ക ബോബൻ, അതുപോലെ ഇന്ദ്രജിത്ത്, ജയസൂര്യ, ആ നിര ഇങ്ങനെ യുവനിര തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അവർക്കൊപ്പമുള്ള ഒരു പരിഗണന റോളുകളുടെ കാര്യത്തിൽ താങ്കൾക്കന്ന് കിട്ടിയിട്ടില്ല എന്നതും വാസ്തവമാണ്. അപ്പം അതിൻ്റെ പേരിൽ താങ്കളെ ഇതുപോലെ ടീസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്ന്? ഇല്ലില്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ലോട്ടറി ആയിരുന്നു. ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു. ഇവരെല്ലാവരും കഥ കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് വർക്ക് ആവാത്ത ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റുകളുമാണ് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ആദ്യം പൃഥ്വിരാജിനെ വെച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പൃഥ്വിയുടെ ഡേറ്റ് ക്ലാഷോ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം ഈ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. അപ്പോൾ അത് ഈ ഫുൾ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോട് ചോദിച്ചു, എന്നെ ഒന്ന് നോക്ക്, ഞാൻ എങ്ങനെയാണ് മല്ലു സിംഗായിട്ട് അഭിനയിക്കുക, എനിക്ക് അതിനുള്ള വലിപ്പവും ഇല്ല, ആ പേര് പോലും ഞാൻ താങ്ങില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ സൂട്ടബിൾ അല്ലായിരുന്നു. പക്ഷെ അതും ഞാൻ സർവൈവ് ചെയ്തു.